അക്ഷരാർത്ഥത്തിൽ ബോക്സ് ഓഫീസിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. എല്ലാ മേഖലയിൽ നിന്നും റിപ്പോർട്ടുകൾ കിട്ടുന്നത് അതുപോലൊരു ബോക്സ് ഓഫീസ് റാംപേജ് തന്നെയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലെ ബുക്കിംഗ് തന്നെ ഞെട്ടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള റിപ്പോർട്ടുകൾ വരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിക്കുന്നതും കാണാൻ കാത്തിരിക്കുന്നതും എമ്പുരാന്റെ ട്രെയിലർ തന്നെയാണ്. ട്രെയിലറിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഇന്നേ ദിവസം നമുക്ക് മുന്നിലേക്ക് എത്തിച്ചതും. എമ്പുരാൻ ട്രെയിലർ ആദ്യം കണ്ട ആൾ രജനീകാന്ത് ആണെന്ന വിവരം പങ്കുവച്ചുകൊണ്ട് പൃഥ്വിരാജ് എത്തിയത് കൗതുകം ജനിപ്പിക്കുകയുണ്ടായി. ട്രെയിലർ കണ്ടതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കും, അതെനിക്ക് മറക്കാൻ സാധിക്കില്ല. ലോകം കീഴടക്കിയ സന്തോഷമുണ്ട്. രജനീകാന്തിന്റെ കടുത്ത ആരാധകൻ. പൃഥ്വിയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: എമ്പുരാന്റെ ട്രെയിലർ കണ്ടിരിക്കുന്ന രജനീകാന്തിന്റെ റിയാക്ഷനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എമ്പുരാന്റെ ട്രെയിലർ ആദ്യം കണ്ടിരിക്കുന്നത് രജനീകാന്ത് ആണെന്നുള്ള വിവരം വരുമ്പോൾ ഇനി രജനീകാന്ത് പൃഥ്വിരാജിനോട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർക്ക്. വരുന്ന ആളുകളിൽ രജനീകാന്തിനെ വെച്ച് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരു സിനിമ തന്നെ കണ്ടേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ട്രെയിലർ എന്തായാലും വലിയൊരു സംഭവമായി തന്നെയാണ് എത്താൻ പോകുന്നത്. ട്രെയിലർ ലോഞ്ച് പരിപാടി മാർച്ച് 20 മുംബൈയിലാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇതിനുവേണ്ടി ഈ ചിത്രത്തിൽ അഭിനയിച്ച നിരവധി വിദേശ താരങ്ങൾ വന്നെത്തിയ വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ട്രെയിലർ ലോഞ്ചിന് വേണ്ടി തന്നെയാണ് ഗംഭീര പരിപാടിയാണ് അവർ ഒരുക്കാൻ പോകുന്നത്. കൂടാതെ ബോക്സ് ഓഫീസിലെ റാംപേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ടിക്കറ്റുകൾ ബുക്കിംഗ് ചെയ്യുന്നതിന്റെ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പല റെക്കോർഡുകളും സ്ഥാപിച്ചുകൊണ്ടാണ് എമ്പുരാൻ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും. UAE ബുക്കിംഗ് ഓപ്പൺ ആയ വിവരങ്ങൾ വരുന്നുണ്ട്. ഇതുകൂടാതെ ജർമ്മനിയിൽ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച വിവരങ്ങൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. അതിനൊപ്പം തന്നെ സർപ്രൈസ് നൽകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഐമാക്സ് സ്ക്രീനായ ജർമ്മനിയിലെ ലിയോൺബർഗിലുള്ള ട്രംപ് പാലസിൽ എമ്പുരാൻ പ്രദർശിപ്പിക്കും എന്നതാണ്. സിനിമയുടെ ബുക്കിംഗ് ഓപ്പണായി 2 മണിക്കൂറിൽ 1000-ൽ പരം ടിക്കറ്റുകൾ ജർമ്മനിയിൽ വിറ്റതായി റിപ്പോർട്ടുകളും ഉണ്ട്. നേരത്തെ ഷാറുഖ് ഖാൻ ചിത്രം ജവാൻ ട്രംപ് പാലസിൽ പ്രദർശിപ്പിച്ചിരുന്നു. 2022 ഡിസംബർ 6 സ്ഥാപിതമായ ട്രംപ് പാലസിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രം ജവാൻ ആയിരുന്നു. കൂടാതെ ഇന്നേ ദിവസം മോഹൻലാലും അണിയറ പ്രവർത്തകരും നമുക്ക് തന്ന അപ്ഡേറ്റുകൾ ഒന്ന് ചിത്രത്തിന്റെ കൗണ്ട് ഡൗൺ പോസ്റ്റർ ആയിരുന്നു. 9 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ചിത്രത്തിൽ പ്രധാന താരങ്ങളിൽ ഒരാളായി എത്തുന്ന അഭിമന്യു സിംഗ് അവതരിപ്പിക്കുന്ന ബൽരാജിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ KGF സീരീസ്, കാന്താര, സലാർ തുടങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ നിർമ്മിച്ച ഹോംബാലെ ഫിലിംസ് കർണാടകയിൽ ഉടനീളം വമ്പൻ റിലീസിനായി എമ്പുരാൻ എത്തിക്കുന്നു എന്ന വിവരങ്ങളാണ്. ഹോംബാലെ ഫിലിംസ് ആണ് എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നതും ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെ. ഇന്ത്യയിലെ എല്ലായിടത്തും എമ്പുരാൻ സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് മാർക്കറ്റ് ജയന്റുകളാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ചിത്രം ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ തടാനി നേതൃത്വം നൽകുന്ന AI ഫിലിംസ് ആണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത്. കേരളത്തിന് പുറത്തും സിനിമയ്ക്ക് റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കാൻ പറ്റുമെന്ന റിപ്പോർട്ടുകൾ എത്തുന്നുമുണ്ട്. ഇതുകൂടാതെ ചില ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ കൂടിയാണ് എമ്പുരാന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. കാനഡയിലാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഈ ചിത്രത്തെ കാണാൻ വേണ്ടി ഇരച്ചു വരുന്നത്. ഒരു ബ്ലോക്ക് ബാസ്റ്റർ പ്രീമിയർ തന്നെയാണ് കാനഡയിൽ എമ്പുരാന്റേതായി നടക്കാൻ പോകുന്നത്. $1 ലക്ഷം മുകളിലാണ് ഇപ്പോൾ തന്നെ ചിത്രം വാരിക്കൂട്ടിരിക്കുന്നത് കാനഡയിൽ നിന്ന് മാത്രം. കാനഡ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ തന്നെ ഞെട്ടുന്നുണ്ട്. ആദ്യത്തെ ഒരു സിനിമയാണ് $50,000 $1 ലക്ഷം ഒക്കെ മറികടക്കുന്നത്, അതും കാനഡയിൽ. കൂടാതെ UK-യിൽ ഏതാണ്ട് 231+ സ്ക്രീനുകളിലാണ് എമ്പുരാൻ എത്തുന്നത് എന്നതും ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുകയാണ് ഓരോ റീജിയനിലും എമ്പുരാൻ. കൂടുതൽ സ്ക്രീനുകൾ വിദേശ രാജ്യങ്ങളിൽ വെക്കുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ടിക്കറ്റ് സെയിലാകുന്നു എന്നതുകൂടി നമ്മൾ എടുത്തു കാണേണ്ടതാണ്. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ചില നമ്പർ കണക്കുകളൊക്കെ പുറത്തു വരുന്നതുമുണ്ട്. പലയിടത്തിലും ഐമാക്സ് സ്ക്രീനുകളിലൊക്കെ എമ്പുരാൻ വരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. AMC സിനിമാസ് ജിദ്ദയിൽ ഐമാക്സ് സ്ക്രീനിൽ എമ്പുരാൻ ഫാൻ ഷോ നടത്തുന്നു എന്ന വിവരങ്ങൾ വന്നിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെയും വന്നു. കൂടാതെ ഓസ്ട്രേലിയൻ ഇനിഷ്യൽ ഹവേഴ്സ് അഡ്വാൻസ് സെയിൽ റിപ്പോർട്ട് പ്രകാരം $40,000 ആണ് മറികടന്നിരിക്കുന്നത്. ഇതുവരെയുള്ള അവിടുത്തെ റെക്കോർഡ് ഓപ്പണിംഗ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് ആടുജീവിതമായിരുന്നു. $65,000 ആയിരുന്നു അത്. എമ്പുരാൻ വരാനായി ഇനിയും 9 ദിവസമുണ്ട്. അപ്പോൾ $1 ലക്ഷം ഓപ്പണിംഗ് ഡേ വരുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. കൂടാതെ UK-യിലും യൂറോപ്പിൽ നിന്നും വരുന്ന ഇനിഷ്യൽ സെൻസേഷണൽ റിപ്പോർട്ടുകൾ പറയുന്നത് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഏതാണ്ട് 5000+ ടിക്കറ്റുകളാണ് 12 മണിക്കൂർ കൊണ്ട് വിറ്റഴിച്ചിരിക്കുന്നത് എന്നതാണ്. കൂടാതെ വേറെ പല ലൊക്കേഷനുകളിലും ഷോകൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. എമ്പുരാൻ ശരിക്കും ഉണ്ടാക്കുന്ന തരംഗം എന്താണെന്ന് ഈ ഒരു ഒറ്റ കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ത്യ ആകെ കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. എമ്പുരാൻ കാണാൻ വേണ്ടി പ്രേക്ഷകർ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു കമ്പനി ചിത്രം കാണാൻ ജീവനക്കാർക്ക് അവധി നൽകിയിരിക്കുകയാണ്. ഇതാണ് എമ്പുരാൻ ഉണ്ടാക്കാൻ പോകുന്ന തരംഗം എന്നതിൽ യാതൊരു സംശയമില്ല. മുമ്പും ഒരു മോഹൻലാൽ സിനിമയ്ക്ക് മാത്രമായിരുന്നു ഇങ്ങനെ ചില അവധികൾ പ്രഖ്യാപിച്ചിരുന്നത്. അങ്ങനെ ചില പ്രസ്റ്റീജിയസ് സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈറ്റിലയിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് എസ്തെറ്റ്. ജീവനക്കാർക്ക് മാർച്ച് 27 ഹാഫ് ഡേ ഉച്ചയ്ക്ക് 12 മണി വരെ ആണ് അവധി നൽകിയിരിക്കുന്നത് എന്നാണ് കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാളായ ആൽബിൻ ഒരു വാർത്താ മാധ്യമത്തോട് പ്രതികരിച്ചത്. 10 പേർ അടങ്ങുന്ന എസ്തെറ്റ് കമ്പനിയുടെ സഹ ഉടമ അൽഫോൺസ് ആണ്. തങ്ങൾ രണ്ടുപേരും കടുത്ത മോഹൻലാൽ ആരാധകരായതിനാൽ എമ്പുരാന്റെ റിലീസിന് ജീവനക്കാർക്ക് അവധി നൽകാൻ തീരുമാനിച്ചതെന്നും ആൽബിൻ വ്യക്തമാക്കി. കമ്പനിയിലെ ജീവനക്കാർക്ക് ടിക്കറ്റ് നൽകുമെന്നും പറയുന്നു ആൽബിൻ. അങ്ങനെ ഇതിന്റെ ചൂട് പിടിച്ച് നിരവധി
അവധികളും നിരവധി ലീവ് എടുക്കലുകളും ഒക്കെ എമ്പുരാൻ ഡേയിൽ നമുക്ക് കാണാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിനു മുമ്പും നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ കേട്ടിരുന്നു. ഇതൊക്കെ തന്നെയാണ് എമ്പുരാന്റെ ഓളം.